എന്താടാ നാറി? അല്ല പഠിച്ച അത് ചോദിപ്പാനാണ് സാർ ഈ പാതിരാത്രി ഇങ്ങോട്ട് വിളിച്ചത്. പഠിച്ചെങ്കിൽ പഠിച്ചെന്ന് പറ. പഠിച്ച് 3 തവണ റിവിഷൻ കഴിഞ്ഞു. ഇനി പഠിക്കാൻ ഇവിടെ ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊച്ചിന്റെ മലയാള പാഠാവലി പഠിക്കാൻ പോവാ. പഠിച്ചില്ലല്ലേ? അറിയാലോ, പിന്നെ എന്തിനാ ഈ ചോദിക്കുന്നേ? അപ്പം ഇതുപോലെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണണം. അതായത് സർ +1 എക്സാം ഇതാ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഞാനൊന്നും പഠിച്ചില്ല, എനിക്ക് വലിയ ധാരണയൊന്നുമില്ല എന്താണ് പഠിക്കേണ്ടത്, എനിക്ക് പേടിയാവുന്നു, ടെൻഷൻ ആവുന്നു, ഒന്നും അറിയില്ല എന്താ ചെയ്യേണ്ടത്, എന്താണ് സാർ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അവസാനം വരെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഉത്തരമാണ് തരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്ത് മാറ്റി വെക്കുക. അവസാനമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ എന്താണ് സറണ്ടർ ചെയ്യുന്നു, ഹോപ്പ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കുറേ പേര് കമൻറ്റ് സെക്ഷനിലൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റുക. കാരണം നിങ്ങൾക്കറിയാം, പരിശ്രമിച്ചാൽ അവസാന നിമിഷമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എവിടെയാണ് എത്തേണ്ടത് അവിടേക്ക് എത്താൻ പറ്റും. അത് അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ടീം വരെ സൂപ്പറായിട്ട് അവസാന നിമിഷമാണല്ലേ, അവർ ഭയങ്കര ജനിക്കും മുന്നിൽ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ലേ അവസാനത്തെ ബാറ്റിന് വേണ്ടിയിട്ട്. പക്ഷെ അവസാന നിമിഷം പ്രോപ്പർ പ്ലാനിങ്ങോടെ പ്രോപ്പർ ഹാർഡ് വർക്കോടെ അവരും എന്ത് ചെയ്തു, അവരുടെ ഗോൾ നേടിയെടുത്തു. ഓക്കെ, അവർ ആകെ ആറ്റിറ്റ്യൂഡിൻ്റെ സംഭവം മാത്രമേ ഇവിടെയുള്ളൂ. അതായത് അവരൊരിക്കലും വിചാരിച്ചില്ല അയ്യോ ഈ താനോസ് എല്ലാം കൂടി വന്നിട്ട് ഈ മോതിരമൊക്കെ അഴിച്ചുകൊണ്ട് പോകുന്നു വിചാരിച്ചിട്ട് ഇരുന്നില്ല. അവരെന്ത് ചെയ്തു, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും, എന്നിട്ട് അവരെന്താണ് അവർ വിജയിച്ചത്. അതുപോലെ നിങ്ങളെന്താ ചെയ്യേണ്ടത്, അയ്യോ ഞാനൊന്നും പഠിച്ചില്ല, എനിക്ക് കെമിസ്ട്രി ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിരിക്കാണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അത് ചെയ്താൽ ഒരു സംശയമില്ല, നിങ്ങൾ ഫുൾ മാർക്ക് നേടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടിയെടുക്കാൻ പറ്റും. അതായത് നിങ്ങളൊരു ഇപ്പോൾ ഒരു 50% എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 80% അല്ലെങ്കിൽ 90% അടുക്കാൻ പറ്റും. 30% നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും 70% അല്ലെങ്കിൽ 80% നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ. ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കാര്യമായിട്ട് ഭീകര സ്ട്രാറ്റജി ഒന്നും വേണ്ട. എക്സാമിനറിൻ്റെ ഈ ചാനലിൽ ഇനി വരാൻ പോകുന്ന എല്ലാ ലൈവ് ക്ലാസ്സും, ഓക്കെ, ഓരോ എക്സാമിന് മുൻപ് നമുക്ക് മാരത്തോൺ ലൈവ് ക്ലാസ്സൊക്കെ ഉണ്ട്. ആ എല്ലാ ലൈവ് ക്ലാസ്സും ഒരൊറ്റ എണ്ണം പോലും മിസ് ചെയ്യാതെ, ഒരൊറ്റ മിനിറ്റ് പോലും മിസ് ചെയ്യാണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. വേറെ ഒരു വഴിയില്ല. ഓക്കെ, 12 മണിക്കൂർ മാരത്തോൺ ഉണ്ടെങ്കിൽ 9 മണി മുതൽ രാത്രി 9 മണി വരെ നിങ്ങൾ ഇരുന്നേ പറ്റുള്ളൂ. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, നിങ്ങൾ ഇരുന്നാൽ. ഓക്കെ, ഞാൻ നേരത്തെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 30-ന്ന് 70-ലെത്തും, 50-ന്ന് 90-ലേക്കൊക്കെ എത്താൻ പറ്റുന്നു. അത് ആർക്ക് മാത്രമാണ്? ഇനി നടക്കാൻ പോകുന്ന ലൈവിൽ. ഓക്കെ, ഇതുവരെയുള്ള സാധനമൊക്കെ നിങ്ങൾ വിട്ടേക്കും. ഇതുവരെ നിങ്ങൾ എന്താണ് ചെയ്തത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി നടക്കാൻ പോകുന്ന ഓരോ ദിവസവും നിങ്ങൾ എന്താണ് 12 മണിക്കൂർ ലൈവ് ഉണ്ടെങ്കിൽ ആ 12 മണിക്കൂർ ഒരൊറ്റ മിനിറ്റ് പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിച്ചോ, കണ്ടുകൊണ്ട് കഴിച്ചോ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞാൻ ഗ്യാരണ്ടി തരാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ലെവലിൽ, നേരത്തെ പറഞ്ഞ ലെവലിൽ 30% അതിൽ നിന്ന് അവിടേക്ക് എത്താൻ പറ്റും. 80% നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് കിട്ടാം. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ 12 മണിക്കൂർ ലൈവ് എടുക്കുകയാണെങ്കിൽ അതിൽ ചെയ്യാൻ പോകുന്നത് എന്ത് തന്നെയാണ്, നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ലാണ്ട് വേറെ എന്തോ തിയറി പഠിപ്പിക്കാനല്ല പോകുന്നത്. കെമിസ്ട്രിയിൽ ലൈവിലാണെങ്കിൽ കെമിസ്ട്രിയിൽ വരാൻ പോകുന്ന ഓരോ ചോദ്യങ്ങളാണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പോകുന്നത്. അത് ഓൾറെഡി പരീക്ഷയിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ വന്ന ചോദ്യങ്ങളും അതുപോലെ മോഡൽ എക്സാമിന് വന്ന ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വരിക. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് അതേ ചോദ്യങ്ങൾ വരും. നിങ്ങൾ അത് തന്നെ ഉത്തരം കൊടുത്താൽ പരിപാടി തീർന്നു. ഇത്രയുള്ള പരിപാടി മനസ്സിലായി. ഇതിൽ കൂടുതലൊന്നുമില്ല അവസാനം ആലോചിക്കേണ്ടത്. അല്ലാണ്ട് എനിക്ക് ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ്റെ ബാങ്കിങ് ഓഫ് റൂട്ട്സിൻ്റെ കോൺസെപ്റ്റ് അറിയില്ല സാർ, കുഴപ്പമില്ലടോ, അന്ന് ലൈവിൽ പറയുന്ന കാര്യങ്ങൾ വേഗം നോട്ട് ചെയ്ത് വെക്കുക. അത് അന്ന് രാത്രി ഇരുന്നിട്ട് ആ ലൈവ് കഴിഞ്ഞ ശേഷം കുറച്ച് കഷ്ടപ്പെട്ടിരുന്ന് എന്ത് ചെയ്യുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, പരീക്ഷ എഴുതാൻ പോകാം, കിട്ടും സാധനം. പക്ഷേ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, നമ്മുടെ അവഞ്ചേഴ്സ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം കേട്ടോ. അല്ലാണ്ട് അവസാന ദിവസം ഉഴപ്പിയിട്ട് പരിപാടി നടക്കാൻ പോകുന്നില്ല. അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. അവസാന ദിവസം കഷ്ടപ്പെടാൻ ആയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ സാർ ഞങ്ങൾ കഷ്ടപ്പെടാൻ റെഡി ആണെന്ന് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. നിങ്ങളത് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം നടത്തിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, ഈ ലൈവ് ക്ലാസ്സിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യും. അതായത് പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും 100% മാർക്ക് വേണ്ടവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ, ഇതുവരായിട്ട് നിങ്ങൾ ഒന്നും അറിയില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഫിസിക്സിലെ സാർ എന്താണ് ബെർണൂളിസ് പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുവരായിട്ട് ഞാൻ ഡയഗ്രം ഒക്കെ വരയ്ക്കുന്ന കുറേ ഇക്വേഷൻ ഒക്കെ എഴുതുന്നു. നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ ഇതെന്ത് സാധനം, സാർ എന്തൊക്കെ എഴുതി വെക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ലോ തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, സാറ് പഠിപ്പിക്കാൻ അറിയാത്തതുകൊണ്ടെന്നല്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്താണ് ഒന്നും പഠിക്കാത്തവർ അവസാന നിമിഷം വന്ന് കണ്ടാൽ ചില കാര്യങ്ങൾ മനസ്സിലാവുണ്ടാവില്ല. പക്ഷെ ചില കാര്യങ്ങൾ നല്ലോണം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ബുദ്ധിപരമായിട്ട് എന്താ ചെയ്യേണ്ടത്, സാർ ഇത് മനസ്സിലാവുന്നില്ല എന്ന് ലൈവ് ചാറ്റ് മൊത്തം ഇടാനല്ല, അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അതിട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, കാരണം ഏറ്റവും എഫക്റ്റീവായിട്ട് അവസാന നിമിഷം എങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത് നമുക്ക് അറിയുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ഇട്ടുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്,
നിങ്ങൾ മനസ്സിലാക്കുക ഈ സാധനം ഞാൻ തൽക്കാലം ഇഗ്നോർ ചെയ്യുക, എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ലീവ് ഓൾ തിങ്സ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അറ്റ് ഓൾ. ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ലീവ് ചെയ്യുക, അതിൻ്റെ പുറകെ ചേസ് ചെയ്ത് പോകരുത്. കാരണം നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യണം. നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക, റിവൈസ് ചെയ്യുക. മനസ്സിലാവാത്ത കാര്യങ്ങളുടെ പുറകെ അവസാനം പോയതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം, അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അത് പരീക്ഷയിൽ വരണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതേ കാര്യം തന്നെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും ഈ ഡെറിവേഷൻ വേണ്ടി കളയുന്നത്, ചിലപ്പോൾ 1 മണിക്കൂർ വേസ്റ്റ് ആയി പോകും. ആ 1 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയേക്കാം. അതേസമയം ആ കുറേ കാര്യങ്ങൾ പഠിച്ചാൽ കൂടുതൽ ചാൻസ് ഉണ്ട് പരീക്ഷ ആ സാധനം വരാനും. ബുദ്ധി മനസ്സിലാവുന്നുണ്ടോ? ശരി. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ 1 മണിക്കൂർ നിങ്ങൾ അതിൻ്റെ പുറകെ പോയാലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ മനസ്സിലായാലും പരീക്ഷയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നല്ലോ മനസ്സിലാക്കിയെടുത്ത് കഷ്ടപ്പെട്ട എങ്ങനെയോ, പരീക്ഷയിൽ അത് എഴുതാൻ പറ്റണമെന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ പുറകെ പോകരുത്, അതൊരു മണ്ടത്തരാണ്. നിങ്ങൾക്ക് ഇനിയും വാശിയാണ് സാർ അത് പഠിച്ചേ തീരുള്ളൂ വാശിയാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക, റിവൈസ് ചെയ്യും. അതിന് ശേഷവും നിങ്ങൾക്ക് രാത്രിയൊക്കെ ഇരുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാവാത്ത കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിലോസഫി മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ചില കാര്യങ്ങൾ മനസ്സിലാവില്ല, അത് ഇഗ്നോർ ചെയ്യും ഞാൻ, മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. ഇതായിരിക്കണം നിങ്ങളുടെ ഫിലോസഫി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഈ രീതി ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഫൈനൽ എക്സാമിൽ എത്രത്തോളം നിങ്ങൾക്ക് എത്താൻ പറ്റും അത്രത്തോളം നിങ്ങൾ എത്തും. മനസ്സിലാവുന്നുണ്ടോ? ശരി. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊക്കെ ഇതൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ബേസിക്കായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കും ചാനലിലെ എല്ലാ വീഡിയോസും കാണാം, ഇനിയുള്ള വീഡിയോസ് എന്നാണ് ലൈവ് ക്ലാസ്സസ് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.